കല്ലുവാതുക്കൽ സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ദിനാചരണവും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. റിട്ടയർഡ് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ചിറക്കര മധു ലഹരിവിരുദ്ധ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയും ബോധവൽക്കരണ ക്ലാസ് നയിക്കുകയും ചെയ്തു. നമ്മുടെ പരിസരത്ത് നടന്നൊരു കാര്യമാണ്. ഒരു ദിവസം രാത്രി ഒരു 11-11:30 മണി സമയം ഗ്രാമപഞ്ചായത്തിലെ ഒരു പഞ്ചായത്ത് റോഡ് ആണ് രംഗം. ഒരു പോലീസ് ജീപ്പ് ഓടി വന്ന് ഒരു ഇരുനില കെട്ടിടത്തിൻ്റെ ഗേറ്റിൽ നിർത്തി. 2 പോലീസുകാർ ഇറങ്ങി ഗേറ്റിൽ തട്ടി വിളിച്ചു. വീട്ടിൽ ലൈറ്റ് തെളിഞ്ഞു. ഗൃഹനാഥൻ ഇറങ്ങി വന്നു. എന്താ സാറന്മാരെ എന്ന് ചോദിച്ചു. ചേട്ടൻ്റെ മകൻ വീട്ടിലുണ്ടോ എന്നൊന്ന് നോക്കാമോ എന്ന് ചോദിച്ചു. ചേട്ടൻ ഉറപ്പാണ് മകൻ വീട്ടിലുണ്ട്, എങ്കിലും നോക്കിയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ നേരെ വീട്ടിനകത്ത് പോയി. 2ാമത്തെ നിലയിലാണ് മകൻ ഉറങ്ങുന്നത്. അവിടെ മകൻ്റെ കതവിൽ തട്ടി വിളിച്ചു. അപ്പോൾ അനക്കമില്ല. തള്ളിയപ്പോൾ കതവ് പൂട്ടിയിട്ടില്ല. തുറന്ന് നോക്കിയപ്പോൾ മകൻ മുറിയിലില്ല. അദ്ദേഹം താഴെ വന്ന് കാർ പോർച്ചിലേക്ക് നോക്കി. അവിടെ ഒരു പഴയ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനടുത്ത് ഒരു പുതിയ മോട്ടോർ സൈക്കിൾ ഉണ്ടാകണം. കാരണം 2 മാസം മുമ്പ് മകന് മേടിച്ചു കൊടുത്തതായി മോട്ടോർ സൈക്കിൾ. വളരെ വേഗത്തിൽ പോകുന്നൊരു മോട്ടോർ സൈക്കിളാണ്. പക്ഷേ ആ മോട്ടോർ ബൈക്ക് അവിടെ ഇല്ല. മകനും ഇല്ല, മോട്ടോർ ബൈക്കും ഇല്ല. അദ്ദേഹത്തിനൊരു ഉള്ളിലൊരു ആന്തലുണ്ടായി. പോലീസുകാരോട് പറഞ്ഞു, സാറേ അവനെ കാണുന്നില്ല, അവൻ്റെ ബൈക്കും കാണുന്നില്ല. ചേട്ടൻ ഒരു കാര്യം ചെയ്യൂ, ഷർട്ട് ഇട്ടുകൊണ്ട് വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ അവർ ജീപ്പിൽ കയറ്റി ഒരു 8-10 കിലോമീറ്റർ ഓടിയപ്പോൾ നാഷണൽ ഹൈവേയിലെത്തി. അവിടുന്ന് വീണ്ടും 2-3 കിലോമീറ്റർ പോയപ്പോൾ റോഡരികിൽ ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് പാർക്ക് ചെയ്തിട്ടുണ്ട്. 10-20 യാത്രക്കാരവിടെ നിൽപ്പുണ്ട്. പോലീസ് ജീപ്പ് അവിടെ നിർത്തി ഇദ്ദേഹത്തെ കൊണ്ട് സൂപ്പർ ഫാസ്റ്റിൻ്റെ മുൻഭാഗത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഈ സൂപ്പർ ഫാസ്റ്റിൻ്റെ അടിയിൽ ഇടിച്ച് കയറിയ നിലയിൽ ഒരു മോട്ടോർ ബൈക്ക് കിടപ്പുണ്ട്. മോട്ടോർ ബൈക്കെന്ന് പറയാൻ പറ്റത്തില്ല, മോട്ടോർ സൈക്കിൾ ആയിരുന്നു നേരത്തെ. ഇപ്പോൾ അത് ചിതറിക്കിടക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടാ ആ ബൈക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ ദേഹം കുഴഞ്ഞു. കാരണം അദ്ദേഹത്തിൻ്റെ മകൻ ഉപയോഗിച്ചിരുന്ന ബൈക്കും അതിൻ്റെ നമ്പർ പ്ലേറ്റും എല്ലാം അദ്ദേഹത്തിന് അറിയാം. സാറേ, ഇത് എൻ്റെ മകൻ ഉപയോഗിച്ചിരുന്ന ബൈക്കാണ്, ഇത് ആര് കൊണ്ടുപോയി, എന്താ സംഭവിച്ചത് എന്ന് അദ്ദേഹം അങ്കലാപ്പിലായി. ഇവർ വീണ്ടും ഈ ഇദ്ദേഹത്തെ താങ്ങി ജീപ്പിനകത്ത് കയറ്റി വീണ്ടും 4-5 കിലോമീറ്റർ ഓടിയിട്ട് ഒരു ഹോസ്പിറ്റലിലെത്തി. ഈ ചേട്ടൻ്റെ മകൻ ഹോസ്പിറ്റലിൽ ഉണ്ട് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ ജീവനില്ല. സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പയ്യൻ ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു കഴിഞ്ഞു. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ പയ്യൻ വീട്ടിൽ കിടന്നുറങ്ങിയിരുന്ന പയ്യനാണ്. ആ പയ്യനാണ് മരിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. എന്താ സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ നമ്മളൊരു 2 മണിക്കൂറോളം പുറകോട്ട് പോകണം. എന്താ സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ ആ വീട്ടിൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ഒരു സഹോദരിയും ഈ പയ്യനേ ഉള്ളൂ. 9-9:30 ആയപ്പോൾ എല്ലാവരും ആഹാരം കഴിച്ചു. 10 മണിയായപ്പോൾ ഉറങ്ങാൻ പോയി. 10:15 മണിയായപ്പോൾ ഈ പയ്യൻ്റെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. 2 വാക്കേ സംസാരിച്ചുള്ളൂ. സാധനം കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് പയ്യൻ വെപ്രാളമായി അതേ ഡ്രസ്സിൽ താഴെ വന്നു. ബൈക്ക് തള്ളി വെളിയിൽ കൊണ്ടുപോയി സ്റ്റാർട്ട് ചെയ്ത് 8-10 കിലോമീറ്റർ ഓടിച്ചു പോയപ്പോൾ ഒരു മൈതാനത്തെത്തി. പിള്ളേർ കളിക്കുന്നൊരു മൈതാനത്തെത്തി. അവിടെ ഇതുപോലെ 6-7 ബൈക്കുകൾ വേറെയുണ്ട്. 10-12 ചെറുപ്പക്കാരുമുണ്ട്. സാധനം കൊണ്ടുവന്ന ആളുണ്ട്. ഈ പയ്യന് സാധനം കിട്ടി. അതിലൊരല്പം ഈ പയ്യൻ അവിടെ വെച്ച് തന്നെ ഉപയോഗിച്ചു. അതിനുശേഷമാണ് ബൈക്ക് ഓടിച്ചത്. അപ്പോൾ അങ്ങോട്ട് പോയ പയ്യനല്ല തിരിച്ചു പോയത്. വളരെ മാരകമായ വേഗതയിലാണ് പയ്യൻ തിരിച്ചു പോയത്. പയ്യനപ്പോൾ തോന്നി റോഡിന് വീതി പോരാന്ന് തോന്നി, സ്പീഡ് പോരാന്ന് തോന്നി. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പോയ ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് ആ ഡ്രൈവർ നോക്കിയപ്പോൾ ഹൈവേയിലൂടെ ഇടിമിന്നൽ പോലെ റോക്കറ്റ് പോലെ ഒരു സാധനം വരുന്നു. അദ്ദേഹത്തിന് അപകടം മനസ്സിലായി. അദ്ദേഹം വണ്ടി ഒതുക്കി മാറ്റി നിർത്തി. സൂപ്പർ ഫാസ്റ്റ് മാറ്റി നിർത്തി. കാര്യം ഉണ്ടായില്ല. കാരണം ഈ പയ്യൻ ഈ ബസ് കണ്ടോ എന്ന് സംശയമാണ്. നേരെ വന്ന് ഇടിച്ചു കയറിയായിരുന്നു ഈ ബസ്സിലേക്ക്. അപ്പോൾ തന്നെ മരിച്ചുപോയി. ഒന്ന് ഓർത്ത് നോക്കൂ, ഒരു സഹോദരിയും സഹോദരനും അച്ഛനും അമ്മയും മാത്രമുള്ളൊരു വീട്ടിൽ 20 വയസ്സുള്ള പയ്യന് അവൻ നിർബന്ധിച്ച് ബൈക്ക് വാങ്ങിക്കൊടുത്താണ്. അച്ഛനും അമ്മയും അറിയാതെ പുറത്തുപോയി സാധനം ഉപയോഗിച്ചു, മരിക്കുകയും ചെയ്തു. എന്താണ് സാധനം എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പയ്യന്
ഇത്രയും വേഗതയും വെപ്രാളവും ഉണ്ടാക്കിയ സാധനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ സാധനം നമ്മുടെ കേരളത്തിൽ ഏകദേശം എല്ലാ പഞ്ചായത്തിലും എല്ലാ വാർഡിലും വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് നാളെ ഈ ട്രാജഡി, ഈ ദുരന്തം ഓരോ വീട്ടിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കേരളത്തിലുള്ള ഓരോ മനുഷ്യരും ഇതിനെതിരായിട്ട് നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന കാര്യം ചെയ്യണം. ഇതിനെതിരായ ഒരു പ്രതികരണമാവാം, ഒരു പ്രസംഗമാവാം, പോലീസിനോ എക്സൈസിനോ കൊടുക്കുന്ന ഒരു ഇൻഫർമേഷനാവാം, ഒരു വിവരമാവാം, എന്തുമാവാം. അപ്പോൾ നമ്മൾ കൂട്ടായി നിന്നാൽ മാത്രമേ ഈ മാരകമായ വിപത്തിനെതിരായി ഇതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഇത് ലക്ഷ്യം വയ്ക്കുന്നത് വയസ്സായ എന്നെപ്പോലെയുള്ള ആളുകളെ അല്ല, 15-നും 25-നും ഇടയ്ക്കുള്ള ചെറിയ കുട്ടികളെയാണ്. 15 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള കുട്ടികളെ കൂടുതൽ മയക്കുമരുന്നിന് അടിമകളാക്കി ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ വരുന്ന പ്രേതങ്ങൾ പോലെയോ യക്ഷിയെ പോലെയോ ഡ്രാക്കുളയെ പോലെയോ ഒക്കെയുള്ള ആളുകൾ നമ്മുടെ ചുറ്റാകെ ലാഭക്കൊതിയുമായി നടക്കുന്നുണ്ട്. അവർക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ലാഭം കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എൻ്റെ മകനോ നിങ്ങളുടെ മകനോ നശിച്ചു പോയാൽ ഒരു കുഴപ്പവും അവർക്കൊരു സങ്കടവുമില്ല. അപ്പോൾ ഇത്തരത്തിൽ കുറേ ആളുകൾ കേരളത്തിലുണ്ട്. അത്തരത്തിലുള്ള സാമൂഹ്യ ദ്രോഹികളെ തിരിച്ചറിയണം. അവർക്കെതിരെ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് ആ പ്രതികരിക്കണം. നമ്മുടെ കുട്ടികളെ സുരക്ഷിതരാക്കാൻ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കണം. അതാണ് നമ്മൾ ഈ അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തിൽ നമുക്ക് ചെയ്യാവുന്നത്. സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് റുവൽ സിംഗ് എം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ലഹരി ഇന്ന് കുട്ടികളിലേക്ക് എത്തുമ്പോൾ അതിന് പ്രായം ഇല്ലാത്ത രീതിയിലാണ് ലഹരി ഉപയോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പല പ്രശ്നങ്ങളിലാണ് ലഹരിയിലേക്ക് എത്തിപ്പെടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട സാഹചര്യമുണ്ട്. ഞാനൊരു കാര്യം സൂചിപ്പിക്കാം. ഒരു ലഹരി കേസുമായി ബന്ധപ്പെട്ട് ഒരാളിനെ പിടിച്ചു കഴിഞ്ഞാൽ ആ പിടിച്ച ആളിൻ്റെ പേരിൽ കേസെടുത്ത് ജയിലിലേക്ക് അടയ്ക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. പക്ഷേ ചിലപ്പോൾ അബദ്ധവശാൽ ഈ കേസിൽപ്പെട്ടതാവാം, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗമായി ആ കേസിൽപ്പെട്ടതാവാം, യാദർച്ഛികമായി ചിലപ്പോൾ വന്നുപെട്ടതാവാം. എന്നാൽ ജയിലിലേക്ക് പ്രവേശിക്കുന്ന സമയങ്ങളിൽ ആ ജയിലിനുള്ളിൽ കഴിയുന്ന ആ ദിവസങ്ങൾ ഈ ലഹരി കേസിലെ പ്രതിക്ക് പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. അവർ ചിലപ്പോൾ അന്ന് അവിടെ വന്നുവിടുന്നത് ചിലപ്പോൾ മറ്റ് ലഹരി കേസിൽ പ്രതികളുമായി ബന്ധപ്പെട്ടായിരിക്കാം താമസിക്കുന്നത്, അതിനുള്ളിൽ താമസിക്കുന്നത്. ചിലപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു കേസിലും പെടാത്ത ആളാവാം, യാദർച്ഛികമായി വന്ന് പെട്ടതാവാം, കേസിനുമായി ബന്ധപ്പെട്ട് ബിസിനസ് നടത്തുന്ന ആളാവാം. ചിലപ്പോൾ ഒരു കേസിലും പെടാത്ത യാദർച്ഛികമായി വന്നുപെട്ട ആളാണ് ആ ജയിലിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ അവരെ കൂടെ താമസിപ്പിക്കുന്ന മറ്റാളുകൾ ഇവരെ വശീകരിച്ച് ഇവരുടെ പ്രകോപിച്ചുകൊണ്ട് അവർക്ക് മറ്റു കാര്യങ്ങൾ അല്ലെങ്കിൽ സമ്പത്തിനോടും അല്ലെങ്കിൽ ഇത് പുറത്തിറങ്ങുമ്പോൾ ഇവരെ ഒരു ലഹരി മാഫിയ തന്നെ അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് അത്തരം സംവിധാനത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഒരാളിനെ ജയിലിൽ പാർപ്പിക്കുമ്പോൾ ഒരു കൊലയാളി ആണ് എങ്കിലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് യാദർച്ഛ്യമായി ചെന്ന് പെടുമ്പോഴും അദ്ദേഹം തിരിച്ച് ഇറങ്ങുന്നത് മറ്റൊരു കൊലയിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ്. അതുപോലെയാണ് ഈ ലഹരി കേസിലും വന്നുപെട്ടിട്ടുള്ള മിക്ക ആളുകളെയും ജീവിത ചരിത്രങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. മുൻകാലങ്ങളിൽ നമ്മളെ കുടുംബങ്ങളിൽ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഒരാൾ ആ കുടുംബത്തിലുണ്ടാവും മിക്ക സമയങ്ങളിലും. ഇന്നങ്ങനെയല്ല. ഒരു കുടുംബം പോറ്റാൻ വേണ്ടി മറ്റ് നാടുകളിലേക്ക് സ്വന്തം കുടുംബത്തിലെ ഗൃഹനാഥൻ പോകുമ്പോൾ ആ കുടുംബത്തിലെ ഗൃഹനാഥിക
മറ്റ് ജോലികളിലേക്ക് പ്രവേശിക്കുന്നു. മക്കളെ സംരക്ഷിക്കാനുള്ള സമയം കണ്ടെത്തുവാൻ കഴിയുന്നില്ല. ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ്. സ്വന്തം മക്കളെ നോക്കുവാൻ, സ്വന്തം മക്കളുടെ കാര്യങ്ങൾ തിരക്കുവാൻ കഴിയാത്ത ഒരു സമൂഹമായി മാറുമ്പോൾ ലഹരിയുടെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഇത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെയോ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെയോ സർക്കാരിനെയോ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. സ്കൂളുകളിൽ നടക്കുന്ന കാര്യങ്ങളും അതുതന്നെയാണ്. ഒരു സ്കൂളിലൊരു പ്രശ്നമുണ്ടായാൽ അത് ഒതുക്കി തീർക്കുവാൻ ശ്രമിക്കുന്ന സ്കൂൾ മാനേജ്മെൻറ്റും അധ്യാപകരുമാണ്. ആ സ്കൂളിൻ്റെ പേര് പുറത്തേക്കറിഞ്ഞാൽ ആ സ്കൂളിനാണ് നാണക്കേടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് രഹസ്യമായി കൈകാര്യം ചെയ്തുകൊണ്ട് കുട്ടികളെ അതിന് പിന്തിരിപ്പിക്കാതെ അവരെ രക്ഷകർത്താക്കളെ വിളിച്ചുകൊണ്ട് അവരെ രഹസ്യമായി ആ കാര്യം കൈകാര്യം ചെയ്ത് വിടുന്നതിൻ്റെ പ്രതിഫലമാണ് ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സാറ് എനിക്കൊരു യൂട്യൂബിനകത്ത് എനിക്കൊരു ഇന്നത്തെ ലൈവ് പ്രോഗ്രാം എനിക്ക് അയച്ചു തന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ലൈവ് പ്രോഗ്രാം ഇവിടെ നമുക്ക് പ്രദർശിപ്പിക്കേണ്ടതാണ്. സാറ് വ്യക്തമായിട്ട് അതിൻ്റെ കാര്യകാരണങ്ങൾ അതിലൂടെ പറഞ്ഞിട്ടുണ്ട്. ആ ലൈവ് പ്രോഗ്രാമിൽ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. സാറിൻ്റെ മിക്ക പ്രോഗ്രാമും ഞാൻ കാണുന്നതാണ്. മറ്റ് TV ചാനലുകളിലെല്ലാം സാറ് പറയുമ്പോൾ ഒരു രാഷ്ട്രീയത്തെ പ്രതിദാനം ചെയ്യുന്ന തരത്തിലല്ല അദ്ദേഹം വാക്കുകൾക്ക് കൊണ്ട് മറുപടി കൊടുക്കുന്നത്. ഇത് രാഷ്ട്രീയക്കാർ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നതിൻ്റെ പ്രതിഫലമാണ് ഇന്ന് സമൂഹത്തിലെ കുട്ടികൾ പോലും ഇത്തരം ലോബികളുടെ കൈകളിലേക്ക് ചെന്ന് എത്തിപ്പെടുന്നത്. അതെല്ലാം പരസ്പരം മനസ്സിലാക്കി രാഷ്ട്രീയം മറന്നുകൊണ്ട് സമൂഹത്തെ നന്നാക്കുവാൻ ശ്രമിച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ സമൂഹത്തെ കെട്ടിപ്പടുത്തുവാൻ കഴിഞ്ഞാൽ ലഹരി ഉപയോഗത്തിൻ്റെ ഏതാണ്ട് ഒരു 40% മാറ്റിയെടുക്കുവാൻ കഴിയും. പിന്നെ അങ്ങോട്ട് ശ്രമിച്ചെങ്കിൽ മാത്രമേ ഘട്ടം ഘട്ടങ്ങളായിട്ട് ലഹരിയുടെ ഉപയോഗം കുറയ്ക്കുവാൻ കഴിയൂ. സാറിൻ്റെ ഒരു കാര്യം സൂചിപ്പിക്കാറുള്ളത്, കേരളത്തിൽ ഏതാണ്ട് 1998 അനാഥാലയങ്ങളുണ്ട്. ഈ അനാഥാലയങ്ങളിലെല്ലാം താമസിക്കുന്ന ആളുകൾ ലഹരികൾ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരുമുണ്ട്, ഉപയോഗിക്കാത്ത ആൾക്കാരുമുണ്ട്. എന്തുകൊണ്ട് അവർക്ക് പൂർണ്ണമായിട്ടും ലഹരി ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ നിർത്തുവാൻ കഴിയുന്നു എന്ന് നമ്മൾ സ്വയം പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ്. ഇതിൻ്റെ വെളിയിൽ അവർ ഇതിനെ ഉള്ളിലേക്ക് കയറുന്നതിൻ്റെ തലേ ദിവസം വരെ ലഹരി ഉപയോഗിച്ചു എങ്കിൽ ഒരു നിമിഷം കൊണ്ട് ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ ആ ലഹരി പൂർണ്ണമായിട്ട് നിർത്തുവാൻ കഴിയുന്നു എങ്കിൽ പൂർണ്ണമായിട്ടും നമുക്ക് സമൂഹത്തിൽ തന്നെ ലഹരി തുടർച്ചു നിൽക്കാൻ കഴിയുമെന്നത് യാതൊരുവിധ സംശയവുമില്ല. ഇത് വ്യക്തമായ ഒരു കാഴ്ചപ്പാടാണ്. ഇത് നമുക്ക് തന്നെ അറിയാവുന്ന പല കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ നമുക്ക് അതിലേക്ക് പുറത്തേക്ക് ഞങ്ങൾ പറയുന്നില്ല. അപ്പോൾ കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ മുതിർന്നവർ ഉൾപ്പെടെ അവരെയെല്ലാം ഇതിൽ നിന്ന് മാറ്റിയെടുക്കുവാൻ ഒരു സമൂഹം വിചാരിച്ചാൽ കഴിയും എന്ന് നമുക്കിതിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി N. ശ്രീകണ്ഠൻ നായർ സ്വാഗതം ആശംസിച്ചു. നമ്മുടെ വിഷയം ലഹരി ആണ്. ലഹരി വിരുദ്ധ ദിനമാണ് നമ്മൾ ആചരിക്കുന്നത്. ലോകമെമ്പാടും ലഹരി വിരുദ്ധ ദിനം ആചരിക്കുകയാണെന്ന്. ലഹരിയുടെ കാര്യം നമുക്കറിയാം. നമുക്കിപ്പോൾ കിട്ടിയാലും താല്പര്യമുള്ളൊരു സാധനമാണില്ലേ. ബീഡി, സിഗരറ്റ്, കഞ്ചാവ്, അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. ഇപ്പോൾ രാസലഹരിയുടെ കാലമാണ്. അപ്പോൾ ഇത് ഓരോ വ്യക്തിയുടെയും കുടുംബത്തെയും അവരുടെ വ്യക്തികളുടെയും അവരുടെ കുടുംബത്തെയും നശിപ്പിക്കുന്ന, നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുന്ന ഒരു വലിയ മാരകമായ വിപത്തായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇതിൻ്റെ വിപത്തുകളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മുടെ വരും തലമുറയെയെങ്കിലും, ഈ പഴയ തലമുറയുടെ കാര്യത്തിലേക്ക് ഞാൻ വലിയ ശ്രദ്ധ കൊടുക്കുന്നില്ല. കാര്യം പലർക്കും ഇപ്പോഴും അതുപേക്ഷിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടാണെന്നാണ് അവർ പറയുന്നത്. ബുദ്ധിമുട്ടൊന്നുമില്ല, ഉപേക്ഷിക്കാൻ കഴിഞ്ഞാൽ ഉപേക്ഷിച്ച ഒരുപാട് പേരെ നമുക്കറിയാം. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. വർഷങ്ങളായിട്ട് ഇതൊന്നും ഉപയോഗിക്കാൻ കഴിയാതെ വന്നതുകൊണ്ട് മാത്രം അവസരം കിട്ടിയാൽ നമുക്കിപ്പോഴും താല്പര്യമുണ്ട് ഇല്ലേ, ഒരു ചെറിയ ബീഡിയൊക്കെ വലിക്കണമെന്ന്.
അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ ശ്രമിച്ച് ആ മാരകമായ വിപത്തിനെ നമ്മുടെ ഭാവി തലമുറയിൽ നിന്ന് പൂർണ്ണമായിട്ടും അകറ്റി ആ തലമുറയെ രക്ഷിക്കാനുള്ള നടപടികളുടെ മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ ലഹരി വിരുദ്ധ ദിനം ആചരിക്കുന്നത്. കവയത്രിയും എഴുത്തുകാരിയുമായ റീന എൻ രാജൻ, സമുദ്രതീരം പ്രസിഡന്റ് ശരത്ചന്ദ്രൻ പിള്ള, സമുദ്രതീരം PRO ശശിധരൻ പിള്ള എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു. ഈ ലഹരി വിരുദ്ധ ദിനം എന്ന് പറയുന്നത് 1987 മുതൽ ആണ് ഇങ്ങനെ ഒരു ദിനം ആചരിക്കാനായിട്ട് തുടങ്ങിയത്. നമ്മുടെ ചൈനയിലെ ഒരു ഒപ്പിയം യുദ്ധത്തിന് തൊട്ട് മുമ്പ് ഒപ്പിയം വ്യാപാരം തുടച്ചു നീക്കിയത് ഒരു ജൂൺ 26-നായിരുന്നു. അതിൻ്റെ ഒരു സ്മരണയ്ക്ക് വേണ്ടിയാണ് ഈ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു തുടങ്ങിയത് ഐക്യരാഷ്ട്രസഭ. നമ്മുടെ ഇന്ന് ഈ ഇടക്കാലത്ത് വെച്ച് ഈ ലഹരി ഉപയോഗത്തിനെ പറ്റി ഒരുപാട് വാർത്തകളും അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുന്ന കാര്യങ്ങളും ഒക്കെ നമ്മൾ TV ചാനലുകളിലൊക്കെ കാണുകയും അറിയുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം ഈ ലഹരി വേട്ട കുറച്ചുകൂടി ശക്തമായ രീതിയിൽ പോലീസും എക്സൈസും നടത്തി ഇപ്പോൾ കുറച്ച് കൂടുതൽ നല്ല രീതിയിലത് മുന്നോട്ട് പോവുകയാണ്. ഒരു ദിവസം ഏകദേശം ഒരു 200 കേസുകളെങ്കിലും ഒരു ദിവസം ഈ ലഹരി വിൽപ്പനയോ അങ്ങനെ അതിനോടനുബന്ധിച്ചുള്ള ഒരു 200 കേസുകൾ പുറത്ത് ഒരു ദിവസം ഇവിടെ പിടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ഒരു കാഠിന്യം ഓർക്കണം. അത് അല്ലാത്ത തന്നെ എത്രയോ കാണും. അതുപോലെ തന്നെ ഇത് പിടിക്കുന്നതിൽ ഒരു 80% കൂടുതലും 30 വയസ്സിന് താഴെയുള്ളവരാണ് എന്നതും ഒരു വളരെ വിഷമം തോന്നിക്കുന്ന ഒരു സംഗതിയാണ്. ഈ ലഹരി എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മയക്കുമരുന്നോ മദ്യമോ അതൊക്കെ മാത്രമാണോ ലഹരി എന്ന് ചോദിക്കുക നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ലഹരി എന്ന വാക്ക് പറയുമ്പം എന്ത് കാര്യത്തിനോടും ഒരു ലഹരി തോന്നാം. ഒരു ലഹരി എന്ന് പറയുന്നത് ചിലർക്ക് വായനയോട് ലഹരി എന്ന് അങ്ങനെയുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും അതുപോലെ ചിലർക്ക് ഈ മൊബൈലിൽ ഈ ഗെയിം കളിക്കുക പിള്ളേരൊക്കെ ഇപ്പം പ്രധാനമായിട്ടും അതുണ്ട്. അതൊരു ലഹരിയായി കൊണ്ട് നടക്കുന്നുണ്ട്. അതുപോലെയാണ് ഈ മയക്കുമരുന്നായാലും മദ്യമായാലും ഇതെല്ലാം. ഈ മയക്കുമരുന്ന് എന്ന് പറയുന്ന അല്ലെങ്കിൽ മദ്യം എന്നൊക്കെ പറയുന്ന ആ ഒരു ലഹരിയിലേക്ക് എത്തുന്നത് നമ്മൾ ശരിക്കും ഞാനത് പല തരത്തിലും ചിന്തിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നത് അത് വീട്ടിലെ മറ്റൊരു ലഹരിയിൽ നിന്നാണ് ഈ കുട്ടികൾ പലപ്പോഴും ഈ ഒരു ലഹരിയിലോട്ട് പോകുന്നതും അതിനടിമയാകുന്നതും. കുട്ടികളെ നമ്മൾ വീട്ടിൽ വളരെ ഇപ്പം അധ്യാപകർക്കോ അതല്ലാതെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടൊരു എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ അങ്ങനെയൊക്കെ നോക്കി നടത്തുന്നതിനേക്കാൾ ഉപരി ഒരു വീട്ടിൽ നിന്നാണ് ഒരു കുട്ടി ആദ്യം പോകുന്നത്. അപ്പം ഒരു വീട്ടിൽ നിന്നാണ് ആ കുട്ടി വളർന്നു വരുന്നതും. നമ്മൾ നോക്കുമ്പോൾ ഒരു വ്യക്തി നന്നായാലേ എപ്പോഴായാലും ഒരു വീട് നന്നാവും. ഒരു വീട് നന്നായാലേ ഒരു സമൂഹം നന്നാവും. ഒരു സമൂഹം നന്നായാലേ ഒരു സംസ്ഥാനവും, ഒരു സംസ്ഥാനം നന്നായാലേ ഒരു രാജ്യവും നന്നാവും. സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ബാലവേദി സെക്രട്ടറി ശിവപ്രിയ ചടങ്ങിൽ നന്ദി പറഞ്ഞു. ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനവുമായി ഇന്ന് നമുക്ക് ഉദ്ഘാടനത്തിനായി എത്തിയത് ശ്രീ ചിറക്കര മധു സാറിനും പിന്നെ പ്രിയ മേഡത്തിനും സമുദ്രതീരത്തിൻ്റെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു.